പോൽ നീ പകർന്നേകിയ വിശ്വാസദീപം തെളിച്ചും ആശാകിരണം പോൽ നീ പകർന്നേകിയ വിശ്വാസദീപം തെളിച്ചും നിന്നാമമന്ത്രം ജപിച്ചും നീങ്ങുന്നു നിന്നാട്ടിലെത്തിയിടുവോളം. നിന്നാമമന്ത്രം ജപിച്ചും നീങ്ങുന്നു നിന്നാട്ടിലെത്തിയിടുവോളം. നിന്നാട്ടിലെത്തിയിടുവോളം. പ്രിയനാട്ടിലേക്കുള്ള യാത്ര പ്രിയനെ തേടിയൻ യാത്ര ഒരു നാളും പിരിയാതെ കൊതി തീരുവോളം ഒന്നായി വാഴുവാനാശ ഒന്നായി വാഴുവാനാശ പ്രിയനാട്ടിലേക്കുള്ള യാത്ര. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം. നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ വരികയും എനിക്കിഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോകുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും മുമ്പേ തന്നെ നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ജ്ഞാനിയായ ശലോമോൻ എഴുതിയ 3 പുസ്തകങ്ങളിൽ നടുവിലത്തെ പുസ്തകമാണ് സഭാപ്രസംഗി. ഒന്നാമത്തേത് സദൃശവാക്യങ്ങൾ, രണ്ടാമത്തേത് സഭാപ്രസംഗി, മൂന്നാമത്തേത് ഉത്തമഗീതം. ഒരു ദേവാലയത്തെ ചേർത്ത് സാദൃശ്യവൽക്കരിച്ച് ചിന്തിച്ചാൽ ദേവാലയത്തിന് പ്രാകാരമുണ്ട്, വിശുദ്ധ സ്ഥലമുണ്ട്, അതിവിശുദ്ധ സ്ഥലമുണ്ട്. പ്രാകാരത്തിൻ്റെ സ്ഥാനത്ത് സദൃശവാക്യങ്ങളെ കാണാം, വിശുദ്ധ സ്ഥലത്തിൻ്റെ സ്ഥാനത്ത് സഭാപ്രസംഗിയെ കാണാം, അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ സ്ഥാനത്ത് ഉത്തമഗീതം എന്ന പുസ്തകം നമുക്ക് കാണാം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആത്മീയമായ ആശയപ്രകർഷം ഉരുത്തിരിഞ്ഞു വരുന്ന അർത്ഥഗാംഭീര്യം വെച്ചുകൊണ്ട് ഈ പുസ്തകങ്ങൾക്ക് ഈ സ്ഥാനമാണ് വേദവ്യാഖ്യാതാക്കൾ നൽകിയിരിക്കുന്നത്. സഭാപ്രസംഗിയുടെ പുസ്തകം അത് മനസ്സിനെ കുറിക്കുന്നു, വിശേഷിച്ചും ദേഹിയെ കുറിക്കുന്നു. സദൃശവാക്യങ്ങളുടെ പുസ്തകം ശരീരത്തെ കുറിക്കുന്നു, ഉത്തമഗീതം ആത്മാവിനെ കുറിക്കുന്നു. ദേഹം അതിനെ കുറിക്കുന്നത് സദൃശവാക്യങ്ങൾ, ദേഹി, മനസ്സ്, ബുദ്ധി അതിനെ കുറിക്കുന്നത് സഭാപ്രസംഗി, ആത്മാവിനെ കുറിക്കുന്നത് ഉത്തമഗീതം. ഈ സഭാപ്രസംഗിയുടെ പുസ്തകം അതിൽ ഒരു താക്കോൽ വാക്കുണ്ട്, സൂര്യന് കീഴെ. സൂര്യന് അപ്പുറമുള്ള കാര്യങ്ങളിൽ പറയുന്നില്ല, സൂര്യന് കീഴെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഭൗതികമായ കാര്യങ്ങൾ, മനുഷ്യബുദ്ധിക്ക് എത്തിപ്പെടാവുന്ന കാര്യങ്ങൾ, മനുഷ്യബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ പറയാൻ സഭാപ്രസംഗിക്ക് സാധിക്കുന്നില്ല. മനുഷ്യബുദ്ധിക്ക് എത്തിപ്പിടിക്കാവുന്ന രീതിയിലുള്ളതായ ചിന്തകളാണ് സഭാപ്രസംഗിയിൽ നാം കാണുന്നത്. പക്ഷേ ബുദ്ധിപരമായ ചിന്തകളും ബുദ്ധിപരമായ വിശകലനങ്ങളും കഴിഞ്ഞ് ആത്യന്തികമായ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് പുസ്തകം അവസാനിക്കുന്നത്. അതെന്താണ്? നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. കാരണം നിനക്കൊരു മരണമുണ്ട്, നിനക്കൊരു മരണമുണ്ട്.
മനുഷ്യ, നിനക്ക് ആയുസ്സുള്ളപ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ, സുബോധമുള്ളപ്പോൾ, നിന്റെ യൗവന തിളപ്പുള്ളപ്പോൾ, യൗവന പ്രസരിപ്പുള്ളപ്പോൾ നിന്റെ സൃഷ്ടാവിനെ നീ ഓർത്തുകൊള്ളുക. മരണമുണ്ട്. നിനക്ക് മരണം അതിന് ശേഷം എന്ത് എന്ന് നിനക്ക് അറിഞ്ഞുകൂടാ. അത് ആരാഞ്ഞ് നോക്കി, പക്ഷേ എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ സൂര്യന് കീഴിലുള്ള കാര്യങ്ങളെ ഞാൻ കണ്ടുള്ളൂ, അപ്പുറം ചിന്തിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. സഭാപ്രസംഗി പറയും. ജ്ഞാനിയായ ശലോമോൻ പറയും, എനിക്ക് ഇത്രയ്ക്കേ കാണാൻ കഴിഞ്ഞുള്ളൂ. ഞാൻ പലതും ചെയ്തു നോക്കി സന്തോഷിക്കാനുള്ള വകകൾ. എങ്ങനെയെങ്കിലും സന്തോഷിക്കണം, സുഖിക്കണം, രസിക്കണം, ആനന്ദിക്കണം, അതിനെന്താണ് വേണ്ടത് എന്ന് ഞാൻ ചിന്തിച്ചു നോക്കി. 2-ാം അധ്യായം, സഭാപ്രസംഗിയുടെ പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ സഭാപ്രസംഗിയുടെ പരിശ്രമങ്ങളെല്ലാം നമുക്ക് കാണാം. ഞാൻ മഹാപ്രവൃത്തികളെ ചെയ്തു, എനിക്ക് അരമനകളെ പണിതു, മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി, ഞാൻ തോട്ടങ്ങളെയും ഉദ്യാനങ്ങളെയും ഉണ്ടാക്കി, അവയിൽ സകലവിധ ഫലവൃക്ഷങ്ങളെയും നട്ടു, വൃക്ഷം വെച്ച് പിടിപ്പിച്ചിരുന്ന തോപ്പ് നനപ്പൻ കുളങ്ങളും കുഴിപ്പിച്ചു. ഞാൻ ദാസന്മാരെയും ദാസിമാരെയും വിലയ്ക്ക് വാങ്ങി. വീട്ടിൽ ജനിച്ച ദാസന്മാരും എനിക്കുണ്ടായിരുന്നു. യെരൂശലേമിൽ എനിക്ക് മുൻപുണ്ടായിരുന്ന ഏവരിലും അധികം ആടുമാടുകളായ ബഹുസമ്പത്ത് എനിക്കുണ്ടായിരുന്നു. ഞാൻ വെള്ളിയും പൊന്നും രാജാക്കന്മാർക്കും സംസ്ഥാനങ്ങൾക്കുമുള്ള ഭണ്ഡാരവും സ്വരൂപിച്ചു. സംഗീതക്കാരെയും സംഗീതക്കാരത്തികളെയും മനുഷ്യരുടെ പ്രമോദമായ അനവധി സ്ത്രീജനത്തെയും സമ്പാദിച്ചു. ഇങ്ങനെ ഞാൻ എനിക്ക് മുൻപ് യെരൂശലേമിലുണ്ടായിരുന്ന എല്ലാവരിലും മഹാനായി തീർന്നു, അഭിവൃദ്ധി പ്രാപിച്ചു. ജ്ഞാനവും എന്നിൽ ഉറച്ചു നിന്നു. എൻ്റെ കണ്ണ് ആഗ്രഹിച്ചതൊന്നും ഞാൻ അതിന് നിഷേധിച്ചില്ല. എൻ്റെ ഹൃദയത്തിന് ഒരു സന്തോഷവും വിലക്കിയില്ല. എൻ്റെ സകല പ്രയത്നവും നിമിത്തം എൻ്റെ ഹൃദയം സന്തോഷിച്ചു. എൻ്റെ സകല പ്രയത്നത്തിലും എനിക്കുണ്ടായ അനുഭവം ഇതുതന്നെ. ഞാൻ എൻ്റെ കൈകളുടെ സകല പ്രവൃത്തികളെയും, ഞാൻ ചെയ്യുവാൻ ശ്രമിച്ച സകല പരിശ്രമങ്ങളെയും നോക്കി, എല്ലാം മായയും വൃഥാ പ്രയത്നവും അത്രേ, സൂര്യൻ്റെ കീഴിൽ യാതൊരു ലാഭവുമില്ല എന്ന് കണ്ടു. എല്ലാം സമ്പാദിച്ചു, ഒട്ടേറെ നേടി, സുഖങ്ങളും സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും ആനന്ദങ്ങളും എല്ലാം സമ്പാദിച്ചു. പക്ഷേ എനിക്ക് എല്ലാം സമ്പാദിച്ചു കിട്ടിയെങ്കിലും ആത്യന്തിക ശാന്തി കിട്ടിയില്ല, ശാശ്വത ശാന്തി കിട്ടിയില്ല, ശാശ്വത സമാധാനം കിട്ടിയില്ല. സൂര്യന് കീഴെ എനിക്ക് ലാഭമായി ഒന്നുമില്ല എന്ന് ഞാൻ കണ്ടു. എനിക്ക് സന്തോഷകരമായിട്ട് ഒന്നുമില്ല എന്ന് ഞാൻ കണ്ടു. എല്ലാം താൽക്കാലികം, എല്ലാം ക്ഷണികം, എല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം മാത്രം. എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു ഉപദേശം തരാം. യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ തന്നെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. കാരണം ഒരു മരണം വരും. ഇവിടെയുള്ളതെല്ലാം തീരും, ഇവിടെയുള്ളതെല്ലാം അവസാനിക്കും. ഇവിടെയുള്ള സൗഭാഗ്യങ്ങളും ഇവിടെയുള്ള സന്തോഷങ്ങളും എല്ലാം തീരും. യൗവനക്കാരാ, നീ മരണം സമീപിക്കുന്നതിന് മുൻപ് നീ അതിവേഗം നിന്റെ ജീവിതത്തെ നീ നേരാക്കിക്കൊള്ളുക. നിന്റെ ജീവിതത്തെ നീ ചൊവ്വാക്കിക്കൊള്ളുക. പ്രിയപ്പെട്ടവരെ, എന്താണ് പറഞ്ഞത്? മരണം വരുമെന്ന് അങ്ങനെ നേരിട്ട് പറയാതെ ആലങ്കാരിക ഭാഷയിൽ, കാവ്യോചിതമായ ഭാഷയിൽ സഭാപ്രസംഗി അവതരിപ്പിക്കുകയാണത്. എങ്ങനെ? അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും, ബലവാന്മാർ കുനിയും, അരയ്ക്കുന്നവർ ചുരുക്കമാകയാൽ അടങ്ങിയിരിക്കും, കിളിവാതിലുകൾ കൂടി നോക്കുന്നവർ അന്ധന്മാരാകും, തെരുവിലെ കതകുകൾ അടയും, അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും, പക്ഷികളുടെ ശബ്ദത്തിൽ ഉണർന്നു പോകും, പാട്ടുകാരത്തികളൊക്കെയും തളരുകയും ചെയ്യും. അന്ന് അവർ കയറ്റത്തെ പേടിക്കും, വഴിയിൽ ഭീതികളുള്ളതായി തോന്നും, ബദാം വൃക്ഷം പൂക്കും, തുള്ളൻ എഴഞ്ഞു നടക്കും, രോചനക്കുരു ഫലിക്കാതെ വരും, മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. വിലാപം കഴിക്കുന്നവർ വീതിയിൽ ചുറ്റി സഞ്ചരിക്കും. അന്ന് വെള്ളിച്ചരട് അറ്റുപോകും, പൊൻകിണ്ണം തകരും, ഉറവിങ്കിലെ കുടം ഉടയും, കിണറ്റിങ്കിലെ ചക്രം തകരും, പൊടി പണ്ട് ആയിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ വരാൻ പോകുന്നു. എനിക്കിഷ്ടമില്ല എന്നീ പറയുന്ന കാലം സമീപിക്കാൻ പോകുന്നു.
സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടു പോകുന്ന ഒരു കാലം വരാൻ പോകുന്നു. മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും മുമ്പ് തന്നെ നീ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. മരണം സമീപിക്കുന്നതിന് മുൻപ് നീ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. മരണനേരത്ത് നിനക്ക് അനുദപിക്കാൻ സമയം കിട്ടുകയില്ല. അതിന് മുൻപ് തന്നെ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും. മരണത്തോടടുക്കുമ്പോൾ വാർദ്ധക്യത്തിൽ ഒരു ഭവനത്തോട് തുല്യമാക്കിയാണ്, ഉപമിച്ചാണ് ഈ വാർദ്ധക്യത്തെ സഭാപ്രസംഗിയെ അവതരിപ്പിക്കുന്നത്. വീട്, ആ വീടിൻ്റെ കാവൽക്കാർ, വീട്ടുകാവൽക്കാർ വിറയ്ക്കും. എന്താണ് അതിൻ്റെ അർത്ഥം? വീട്ടുകാവൽക്കാർ വിറയ്ക്കും. കൈകളും കാലുകളും, കരചരണങ്ങൾ, കൈകളും കാലുകളും വിറയ്ക്കും. കൈ വിറച്ചു തുടങ്ങും, കാല് വിറച്ചു തുടങ്ങും, ബലം കുറഞ്ഞു പോകും. കൈകളും കാലുകളും വിറയ്ക്കും. ബലവാന്മാർ കുനിയും. നട്ടെല്ലിന് പണ്ടേ പോലെ നല്ലപോലെ നിവർന്നു നിൽക്കാനുള്ള കെൽപ്പ് കുറഞ്ഞു പോകും. പയ്യെ നട്ടെല്ല് വളഞ്ഞു തുടങ്ങും. ബലവാന്മാർ കുനിയും. അരയ്ക്കുന്നവർ ചുരുക്കമാകയാൽ അടങ്ങിയിരിക്കും. അരയ്ക്കുന്നവർ, പല്ലുകളുടെ എണ്ണം ചുരുക്കമാകും, പല്ലുകളുടെ എണ്ണം കുറഞ്ഞു പോകാം. അരയ്ക്കുന്നവർ ചുരുക്കമാകയാൽ അടങ്ങിയിരിക്കും. കിളിവാതിലിൽ കൂടി നോക്കുന്നവർ അന്ധന്മാരാകും. കണ്ണുകൾക്ക് കാഴ്ച മങ്ങി വരും, കണ്ണുകൾക്ക് കാഴ്ച കുറഞ്ഞു വരും. തെരുവിലെ കതകുകൾ അടയും, കതകുകൾ അടയും. കാതുകൾ, അതിലെ ചെവി കുറഞ്ഞു വരും, ചെവി കേൾവി മന്ദമാകും. തെരുവിലെ കതകുകൾ അടയും. അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും. അരയ്ക്കുന്ന ശബ്ദം സൗണ്ട് സിസ്റ്റം, അതിന് ചെറിയ മങ്ങലുകൾ, അവ്യക്തതകൾ വരും. അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും. പക്ഷികളുടെ ശബ്ദത്തിൽ ഉണർന്നു പോകും. ഉറക്കം കുറഞ്ഞു വരും. രാവിലെ ചെറുപ്രായത്തിലാണെങ്കിൽ രാവിലെ എല്ലാം കിടന്ന് ഉറങ്ങാൻ തോന്നും. പക്ഷേ പ്രായമായവർ വാർദ്ധക്യം വരുംതോറും ഉറക്കം കുറയും, നേരത്തെ എഴുന്നേൽക്കും. പക്ഷികളുടെ ശബ്ദത്തിൽ ഉണർന്നു പോകും. പാട്ടുകാരത്തിയൊക്കെയും തളരുകയും ചെയ്യും. വോക്കൽ കോഡ്സ്, ശബ്ദം ഉണ്ടാക്കുന്ന, നല്ല മധുര ശബ്ദം പുറപ്പെടുവിക്കുന്ന ആ വോക്കൽ കോഡ്സ്, ശബ്ദം പുറപ്പെടുവിക്കുന്ന ഭാഗങ്ങൾ, അത് ക്ഷീണിതമാകും. അതിൻ്റെ ബലം കുറഞ്ഞു പോകും. അന്ന് അവർ കയറ്റത്തെ പേടിക്കും. കയറ്റം കയറുമ്പോൾ കിതപ്പ് വരും, കുന്നു കയറുമ്പോൾ കിതപ്പ് വരും, വേച്ചു പോകും. കയറ്റത്തെ പേടിക്കും. വഴിയിൽ ഭീതിയുള്ളതായി തോന്നും. ഒന്നിനൊരു ധൈര്യമില്ല. പണ്ട് എവിടെയും പോയി നിൽക്കാനും ആരോടും മിണ്ടാനും ഒക്കെ കരുത്തുണ്ട്. ഇതാ വാർദ്ധക്യമായി ധൈര്യം കുറഞ്ഞു കുറഞ്ഞു വരും. അന്ന് വഴിയിൽ ഭീതിയുള്ളതായി തോന്നും. സെൽഫ് കോൺഫിഡൻസ് പോകുമെന്ന്, സ്വയം ഒരു ആത്മവിശ്വാസമുണ്ടല്ലോ, അത് കുറഞ്ഞു പോകുമെന്ന്. ബദാം വൃക്ഷം പൂക്കും. തലമുടി ഇതുപോലെ വെളുത്തു വരും. തലമുടി നരയ്ക്കും. ബദാം വൃക്ഷം പൂക്കും. തുള്ളൻ ഇഴഞ്ഞു നടക്കും. എന്താണത്? തുള്ളൻ ഇഴഞ്ഞ്, ഈ വെട്ടുക്കിളി, തുള്ളൻ എന്നൊക്കെ പറയുന്നതായ ക്ഷുദ്രജീവികൾ, അത് പറന്നു നടക്കുന്നവയാണ്. ഇഴഞ്ഞു നടക്കും. മുമ്പ് വളരെ ഉത്സാഹഭരിതരായി നല്ല ഊർജ്ജസ്വലരായി നടന്നവർ ഇഴഞ്ഞു നടക്കുന്നത് പോലെ മന്ദഗതിയിലാകും. എല്ലാം മന്ദഗതിയിലാകും. രോചനക്കുരു ഫലിക്കാതെ വരും. നാവിന് രുചിയില്ലാതാകും. നല്ല ആഹാര സാധനങ്ങൾ അതിന് താല്പര്യമില്ലാതായി. ഒന്നിനും ഒരു രുചി കിട്ടാതാകും. രോചനക്കുരു ഫലിക്കാതെ വരും. മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. വിലാപം കഴിക്കുന്നവർ വീതിയിൽ ചുറ്റി സഞ്ചരിക്കും. എന്താണത്? ഇതാ വരാൻ പോകുന്നു ഫ്യൂണറൽ പ്രൊസഷൻ, ശവസംസ്കാര യാത്ര. വിലാപം കഴിക്കുന്നവർ വീതിയിൽ ചുറ്റി നടക്കും. ദുഃഖിച്ച് കരഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ പിറകെ നടക്കുന്ന കാലം വരാൻ പോകുന്നു. അന്ന് വെള്ളിച്ചരട് അറ്റുപോകും, പൊൻകിണ്ണം തകരും, ഉറവിങ്കിലെ കുടം ഉടയും, കിണറ്റിങ്കിലെ ചക്രം തകരും. എന്താണ് ഈ പൊൻകിണ്ണം തകരുമെന്ന് പറയുന്നത്? ബ്രെയിൻ, നെർവസ് സിസ്റ്റം,
നമ്മുടെ ബുദ്ധി കേന്ദ്രങ്ങൾ, ചിന്താ ശക്തികൾ എല്ലാം കുറഞ്ഞു പോകും. ഉറവിങ്കിലെ കുടം ഉടയും, കിണറ്റിങ്കിലെ ചക്രം തകരും. കിണറ്റിൽ ചക്രം കൊണ്ട് വെള്ളം കോരിയെടുക്കുന്നത് പോലെ, ഉറവയിൽ നിന്ന് വെള്ളം കോരിയെടുക്കുന്നത് പോലെ ആ ശരീരത്തിലെ രക്തചംക്രമണം, രക്തപര്യനം, സർക്കുലേഷൻ സിസ്റ്റം എല്ലാം തകരാറിലാകും. പൊൻകിണ്ണം തകരും, ഉറവിങ്കിലെ കുടം ഉടയും, കിണറ്റിങ്കിലെ ചക്രം തകരും. പൊടി പണ്ടായിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, സഭാപ്രസംഗി അത് അല്പം ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞു എന്ന് മാത്രം. ശലോമോൻ ജ്ഞാനിയായിരുന്നു, ശലോമോൻ കവിയായിരുന്നു, ശലോമോൻ രാജാവായിരുന്നു, ശലോമോൻ തത്വചിന്തകനായിരുന്നു, ശലോമോൻ ബുദ്ധിജീവിയായിരുന്നു. അതുകൊണ്ട് ഇത് ആലങ്കാരികമായി രൂപകൽപ്പക ഭാഷയിൽ അതെല്ലാം അവതരിപ്പിച്ചു എന്ന് മാത്രം. പ്രിയപ്പെട്ടവരെ, അതൊന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനും അതേ നിങ്ങൾ ഓരോരുത്തരും ഒരു ദിവസം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും, ശാശ്വത ഭവനത്തിലേക്ക് പോകും. മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. സൂര്യന് കീഴേയുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ചു വന്ന സോളമൻ ചക്രവർത്തി ഒരു ശാശ്വത ഭവനമുണ്ട് എന്ന് കണ്ടിരുന്നു. മരണാനന്തരാവസ്ഥ, ഒരു ശാശ്വത ഭവനമുണ്ട്. ആ ശാശ്വത ഭവനം എവിടെയാണത്? മനുഷ്യൻ മരിച്ചാൽ അവൻ എവിടെ? അതാണ് യോബ് ചോദിച്ചത്. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ അവൻ എവിടെ? ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ അവൻ എങ്ങോട്ടാണ് പോകുന്നത്? എവിടെയാണ് ചെന്നു ചേരുന്നത്? മനുഷ്യൻ പ്രാണനെ വിട്ടാൽ അവൻ എവിടെ? ശലോമോനറിയാം ഒരു ശാശ്വത ഭവനമുണ്ട് എന്ന് മനസ്സിലായി. പക്ഷേ നിർഭാഗ്യവശാൽ ഇതെല്ലാം പറഞ്ഞ് ശലോമോൻ ആ ശാശ്വത ഭവനത്തിൻ്റെ സ്വർഗീയവാസത്തിലെത്താൻ തക്കവണ്ണം തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിയില്ല. ഒടുവിലെത്തുന്ന ആളുകളിൽ ദൈവം ആദ്യകാലങ്ങൾ ചെയ്ത നന്മകളോർത്ത് ദൈവത്തെ സ്തുതിക്കുകയോ ദൈവത്തിന് മഹത്വം കരയറ്റുകയോ ചെയ്യാതെ പാപവഴിയിലേക്ക് ഇറങ്ങിപ്പോയി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ലഭിച്ച അനേകർ ഈ വാക്കുകളെ കേൾക്കുന്നില്ലേ? ആയുസ് നീണ്ടു കിട്ടിയവര്, അത്ഭുതകരമായ ഉയർച്ചകൾ ലഭിച്ചവര്, ജീവിതത്തിൽ സമാധാനം ലഭിച്ചവര്, സന്തോഷ സമൃദ്ധമായ അനുഭവത്തിൽ ജീവിച്ചു വന്നവര്, സമാധാനം എന്ത് എന്ന് അറിയാൻ വയ്യാതെ കഴിഞ്ഞ കാലത്ത് ദൈവം കൃപയായ സമാധാനം തന്നത്. എത്രയെത്ര അനുഗ്രഹങ്ങളാണ് ദൈവം നമുക്ക് തന്നത്. നമുക്ക് വിദ്യാഭ്യാസം തന്നു, നമുക്ക് കുടുംബം തന്നു, നമുക്ക് സൗകര്യങ്ങൾ തന്നു, നമുക്ക് ഭക്ഷണം കഴിക്കാൻ ആഹാരം തന്നു, ധരിക്കാൻ വസ്ത്രം തന്നു, കിടക്കാൻ കിടപ്പാടം തന്നു. ഇല്ലേ, നമുക്ക് എല്ലാം തന്നു. നാം ഓർക്കാറുണ്ടോ ദൈവം തന്ന അനുഗ്രഹങ്ങൾ? ഇതൊന്നും ഇല്ലാത്തവരെ കാണുമ്പോഴാണ് അയ്യോ ദൈവം എനിക്കിതെല്ലാം തന്നല്ലോ എന്നറിയുന്നത്. ഉറങ്ങാൻ കിടന്നു അനേകര് ആ പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കാതെ ഉറക്കത്തിൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞു. ഞാനോ ഈ ഭൂമിയിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റല്ലോ. ദൈവമേ, ഇതെന്തൊരു അതിശയം! ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഹൃദയം നന്ദി നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിന് വേണ്ടി ജീവിതം വേർതിരിക്കുകയും ചെയ്യേണ്ടതിന് പകരം പിന്നെയും നാം ലോകത്തിലേക്കും ലോക ഇമ്പങ്ങളിലേക്കും പോകുന്നു. ശലോമോൻ രാജാവിനെ പറ്റി അപകടം അതാണ്. ശലോമോനെല്ലാം ലഭിച്ചു, മഹാജ്ഞാനം സിദ്ധിച്ചു, അരമനകളും അന്തഃപുരങ്ങളും ധാരാളമായി പണിതുയർത്താനുള്ള ഭാഗ്യം ലഭിച്ചു, ധാരാളം സേവക വൃന്ദങ്ങളുണ്ടായി, കൊട്ടാരക്കെട്ടുകൾ പടുത്തുയർത്തി. പക്ഷേ ശലോമോൻ അതിലെല്ലാം ദൈവത്തിന് മഹത്വം കരയേറ്റതിന് പകരം അതിലെല്ലാം അഹങ്കരിക്കുകയും ദൈവത്തെ മറന്നുപോവുകയും ചെയ്തു. ശലോമോനുടെ ഉയർത്തെ കാലത്ത് പാപങ്ങളിലേക്ക് നീങ്ങി. ശലോമോൻ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു കാലത്ത് ദൈവത്തോടുകൂടെ ജീവിപ്പാൻ തീരുമാനമെടുക്കുകയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും മറ്റും ചെയ്ത് ആലയം പണിത് ദൈവത്തിൻ്റെ ആലയത്തിൽ സ്വർഗത്തിന് തീ ഇറങ്ങിയത് കണ്ട ദൈവവേദല് പിൽക്കാലത്ത് ശലോമോൻ പാപത്തിലേക്ക് നീങ്ങിപ്പോയി. പ്രിയപ്പെട്ടവരെ, മറക്കല്ലേ. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന ആരെങ്കിലും ഒരു കാലത്ത് പ്രാർത്ഥിക്കുമ്പോൾ തീ ഇറങ്ങിയവര്, ഒരു കാലത്ത് പ്രാർത്ഥിക്കുമ്പോൾ സ്തുതിയിൽ ആത്മാവിൻ്റെ കൃപ അനുഭവിച്ചവര്, ദൈവത്തിൻ്റെ സാന്നിധ്യം കിട്ടിയവര്, ശരീരം കോരിത്തരിച്ച് ദൈവത്തെ ആനന്ദത്തോടെ സന്തോഷ സമൃദ്ധിയിൽ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയവര്, ദൈവിക സംസർഗത്തിൻ്റെ മധുരമയിൽ ലയിച്ചവര് ഇന്ന് നഷ്ടപ്പെട്ടവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? എൻ്റെ സഹോദരങ്ങളെ കേൾക്കൂ, ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടവരാരെങ്കിലും ഉണ്ടോ? ഓർക്കൂ, ശാശ്വത ഭവനത്തിലേക്ക് പോകുവാൻ ഒരുങ്ങിക്കൊള്ളൂ. ശാശ്വത ഭവനമുണ്ട്. ശാശ്വത ഭവനത്തിലേക്ക് പോകാൻ ഇന്ന് ഒരുങ്ങിയില്ലെങ്കിൽ നഷ്ടമാണ്.
മരണാനന്തര ഒരു ശാശ്വത ഭവനമുണ്ട്. ആ ശാശ്വത ഭവനം അത് നിത്യജീവനാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നിത്യ നരകത്തിലേക്ക് ആരും പോകാൻ ഇടവരല്ലേ. നിത്യദണ്ഡനത്തിലേക്ക് ആരും പോകല്ലേ. നിത്യയാതനയിലേക്ക് ആരും പോകല്ലേ. ഇറ്റേണൽ ടോർച്ചർ എന്ന് പറയുന്ന നിത്യമായ യാതനയുടെ ദണ്ഡന സ്ഥലത്തേക്ക് ആരും ഉപേക്ഷിക്കപ്പെടാൻ ഇടവരല്ലേ. ഞാൻ ഭയത്തോടെ വായിച്ചു വാക്യം, എത്രയോ പ്രാവശ്യം വായിച്ച വാക്യമാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ മാനസാന്തരപ്പെട്ട് 19 കൊല്ലം കഴിഞ്ഞ് 17-ാമത്തെ വയസ്സിൽ മാനസാന്തരപ്പെട്ട് 36-ാമത്തെ വയസ്സിൽ ഞാൻ ആ വാക്യം വായിച്ചപ്പോൾ എത്രയോ പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ ആ വാക്യം വായിച്ചപ്പോൾ ഞാൻ ഞെട്ടി. കർത്താവിൻ്റെ മലപ്രസംഗത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്ത്, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്ത് ഇങ്ങനെ പറഞ്ഞു: കർത്താവേ, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അധർമ്മം പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നെ വിട്ടുപോകുകയും ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് ഞാൻ അവരോട് തീർത്തു പറയും. കർത്താവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, കർത്താവിൻ്റെ നാമത്തിൽ പ്രവചിച്ചു, കർത്താവിൻ്റെ നാമത്തിൽ വീര്യപ്രവൃത്തികളെ ചെയ്തു. പക്ഷേ അധർമ്മം ജീവിതത്തിൽ പിന്നെയും വന്നു. അധർമ്മം പ്രവൃത്തിയിൽ വന്നു, ജീവിതത്തിൽ വന്നു. അധർമ്മം ജീവിതത്തിൽ വന്നതുകൊണ്ട് എന്നെ വിട്ടുപോകുകയും ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് ഞാൻ അവരോട് തീർത്തു പറയും. ഭയാനകമായ വാക്യം ഞെട്ടലുണ്ടാക്കി. സ്നേഹിതരെ, നിങ്ങൾ ഭയത്തോടെ കേൾപ്പീൻ. ഒടുവിലത്തെ പുസ്തകത്തിൽ, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ പറയും: നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. ആകയാൽ നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നതെന്നോർത്ത് മാനസാന്തരപ്പെട്ട് അതിൻ്റെ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ല ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. നിലവിളക്കിൻ്റെ ലാമ്പ് സ്റ്റാൻഡ് പോലും മാറ്റുമെന്ന്. വിളക്കോ മാറി, ലാമ്പ് സ്റ്റാൻഡ് പോലും അവിടെ കാണുകയില്ല എന്ന്. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു മാത്രമേ ഉള്ളൂ. പ്രകടമായ പാപത്തിലേക്ക് പോയില്ലായിരിക്കാം. ആദ്യ സ്നേഹം കുറഞ്ഞവരാരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? ആദ്യകാലത്തെ എരിവ് നഷ്ടപ്പെട്ടവര്, ആദ്യകാലത്തെ തീഷ്ണത പോയിപ്പോയവര്, ആദ്യകാലത്തെ സ്നേഹം കുറഞ്ഞവര്, ആദ്യകാലത്തെ ദൈവവചനത്തിന് വേണ്ടിയുള്ളതായ ദാഹം കുറഞ്ഞവര്, ആദ്യകാലത്ത് ആത്മാവിന് വേണ്ടിയുള്ളതായ കാത്തിരിപ്പ് കുറഞ്ഞവര്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കൂ. കണ്ണുനീര് വറ്റിപ്പോയവരാരെങ്കിലും ഉണ്ടോ? ഹൃദയ തകർന്ന് നഷ്ടപ്പെട്ടവരാരെങ്കിലും ഉണ്ടോ? ഹൃദയം നുറുക്കം ഇന്ന് പോയി. ഇന്ന് ആത്മാവിൽ നുറുക്കമില്ല, ആത്മാവിൽ തകർച്ചയില്ല. അങ്ങനെ ഹൃദയം തഴമ്പിച്ചവരാരെങ്കിലും ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, അപകടം വരുത്തല്ലേ. നിത്യഭവനത്തിലേക്ക്, നിത്യശാശ്വത ശാന്തിയുടെ ഭവനത്തിലേക്ക് എത്താൻ, നിത്യജീവനിലേക്ക് എത്താൻ ഇന്ന് തന്നെ നിങ്ങൾ നിത്യജീവന്റെ അവകാശം പ്രാപിപ്പീൻ. അതിനല്ലോ ക്രിസ്തു ക്രൂസിൽ മരിച്ചത്. ക്രിസ്തു ക്രൂസിൽ ജീവൻ രക്തം ചിന്തിയത് അതിനല്ലോ. കുറ്റമില്ലാത്ത രക്തം ചിന്തി ക്രൂസിൽ മരിച്ച ക്രിസ്തു ഇന്നിതാ പുണ്യരക്തം നിങ്ങളെ കാണിച്ചുകൊണ്ട് അവൻ നിങ്ങളുടെ അരികത്തുകൂടെ മന്ദം നടന്നു വരുന്നു. ആ പരിശുദ്ധ രക്തം നിങ്ങളെ തേടി വരുന്നു. മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക. മകളെ, നിന്റെ ഹൃദയം എനിക്ക് തരിക. കഴിഞ്ഞതെല്ലാം ഞാൻ മായ്ച്ചു തരാം, കഴിഞ്ഞതെല്ലാം ഞാൻ ക്ഷമിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഉടയവൻ നിങ്ങളുടെ ഹൃദയവാതിക്കൽ മുട്ടുന്ന ഈ മനോഹരമായ സമയം ആരും നഷ്ടപ്പെടുത്തരുതേ. അവൻ്റെ അരികിലേക്ക് നിങ്ങൾ ഓടി അണയുവീൻ. അവനോട് നിങ്ങൾ ഹൃദയം തുറന്നു പറയുവീൻ: കർത്താവേ, കഴിഞ്ഞ കാലങ്ങൾ നഷ്ടപ്പെടുത്തി, ആദ്യ സ്നേഹം കളഞ്ഞുപോയി. കർത്താവേ, ആദ്യകാലത്തെ സ്നേഹം നഷ്ടപ്പെടുത്തി. എനിക്ക് നിന്നോടുണ്ടായിരുന്ന ഭക്തിയും ഭയവും നഷ്ടപ്പെടുത്തി. പാപത്തിലേക്ക് ഞാൻ വീണുപോയി. ഒരു കാലത്ത് പാപബോധം ഉണ്ടായിരുന്നു, ഇന്ന് പാപബോധമില്ല. ഹൃദയം തഴമ്പിച്ചു പോയി, ഹൃദയം കല്ലിച്ചു പോയി. എൻ്റെ ദൈവമേ, ഇന്ന് അഹങ്കാരമുണ്ട്, ഇന്ന് തെറ്റുകളേറെ വന്നുപോയി. ഉടയവനെ, എൻ്റെ മേൽ നിന്റെ കരം വെക്കണമേ, എൻ്റെ ശിരസിൽ നിന്റെ കരം വെക്കണമേ. ദാദാ, നിന്റെ ആണിപ്പാടുള്ള കരം, നിന്റെ തിരക്തം പുരണ്ട കരം എൻ്റെ ശിരസിൽ വെച്ചപ്പോൾ എന്നെ നീ ഒന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ദാദാ, നിന്റെ കരം എന്നെ തൊട്ടു എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് തന്നെ എഴുന്നേൽപ്പിക്കണമേ. പ്രാർത്ഥിപ്പീൻ ദൈവജനമേ. ദൈവകരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ കൊടുക്കുവീൻ. ആരെല്ലാം ഇപ്പോൾ തങ്ങളെ തന്നെ ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്നു, അവരുടെ കരങ്ങളെ ഉയർത്തുവീൻ. അവരെ ദൈവസന്നിധിയിൽ ഹൃദയം തകർന്ന് പ്രാർത്ഥിപ്പീൻ. ദാദാ, കഴിഞ്ഞ കാലങ്ങൾ ക്ഷമിക്കണമേ, പാപജീവിതം പൊറുക്കണമേ, അകൃത്യങ്ങൾ കണക്കിടരുതേ. എന്നെ നിന്റെ മകനും അവകാശിയുമാക്കി തീർക്കണമേ. എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണമേ. ദാദാ, ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മാഞ്ഞുപോയ സ്ഥാനത്ത് എന്റെ പേര് എഴുതി ചേർക്കണമേ. എന്നോട് കനിവ് തോന്നണമേ, എന്നെ നിന്റെ രക്തത്താൽ കഴുകണമേ, സ്വർഗ്ഗത്തിന്റെ അവകാശം തരണമേ. പ്രാർത്ഥിപ്പീൻ ദൈവജനമേ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്നേഹത്തിന്റെ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പാപക്ഷമ തരുവാൻ അവിടുന്ന് ആവലോടെ നിൽക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിത്യജീവന്റെ അവകാശം തരുവാനായി അവിടുത്തെ
തിരക്തം ചിന്തിയതിനായി അതിനെ സ്തുതിക്കുന്നു. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരുടെ മേലോടുത്ത കരം വെക്കണമേ കർത്താവേ. എല്ലാവരെയും ശാശ്വത ശാന്തിയിലേക്ക് ആനയിക്കണമേ കർത്താവേ. യഥാർത്ഥ സമർപ്പണത്തിലേക്ക് നയിക്കണമേ. കുടുംബസമാധാനം നൽകണമേ. ഭാരങ്ങൾ അകറ്റണമേ. രോഗങ്ങൾ മാറ്റണമേ. ശാപദോഷങ്ങൾ നീക്കണമേ. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. യേശുക്രിസ്തുവിന്റെ ജയകരമായ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ.